Good morning. Good morning, Miss. Good morning, miss. Good morning, ma'am. Okay. നമ്മള് പിന്നെ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. എല്ലാവരും ആ ചാപ്റ്റർ ഒന്ന് എടുത്തു വെക്കട്ടോ. നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയിൽ ആശുപത്രിയെ മൊത്തമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സർവീസ് ഓറിയന്റഡ് ഫേം ആണ് എന്ന് പറഞ്ഞാൽ പോലും, പക്ഷെ നമ്മളൊരു ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു എന്താ പറയാ, നമുക്കൊരു ബിസിനസ് ആണ്. മിക്ക ഹോസ്പിറ്റൽസും റൺ ചെയ്യുന്നത് എന്താണ്, ഒരു ബിസിനസ് മോട്ടീവ് എന്നുള്ള രീതിയിൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിനെ മൊത്തമായിട്ട് ഓവറോൾ ആയിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. നല്ലൊരു രീതിയിൽ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ഡെയിലി നടക്കേണ്ട ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, അവിടേക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ കറക്റ്റ് ആണോ, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽസിന് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ സർവീസ് മാനേജേഴ്സ്, അവരുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫ് മാത്രം നന്നായിട്ട് വർക്ക് ചെയ്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്താൽ മാത്രം പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്പിറ്റൽസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ ഏകോപിച്ചുകൊണ്ട് നല്ല കോർഡിനേഷനോട് കൂടി വേണം ഹോസ്പിറ്റൽസിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട്. എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വ്യക്തിയുടെ മാത്രം ഡ്യൂട്ടിയാണ് എന്ത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മാത്രം ഡ്യൂട്ടിയാണ് എന്ത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ആവട്ടെ നോൺ മെഡിക്കൽ ആവട്ടെ എല്ലാ സ്റ്റാഫും കൂടി ഒരുമിച്ച് ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് അവരുടെ ഹോസ്പിറ്റൽസിന്റെ എന്താണോ ഗോള്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസിന് പ്രവർത്തിക്കുന്ന മൊത്തമായിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റൽസിന് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യും. എന്തെങ്കിലും വേറെ ഫെസിലിറ്റീസ് ഒക്കെ വേണോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, ടെക്നോളജി വേണോ, അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യും. പിന്നെ അവിടെ ആവശ്യമുള്ള സ്റ്റാഫുകൾ, നമുക്ക് ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാഫുകൾ ആവശ്യമുണ്ട്. അവർ കറക്റ്റ് സ്റ്റാഫിനെ, റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മളൊക്കെ എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കോഴ്സ് ഒക്കെ പഠിച്ചവരാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ എന്താണോ പഠിച്ചത്, അല്ലാതെ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്തെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗ്രേഡ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ 2-3 PG കഴിഞ്ഞ ഒരാളാണെന്നോ, അങ്ങനെ ഒന്നും നോക്കൂല. അവിടെ നോക്കണ എന്താണ്, കറക്റ്റ് ആയിട്ട് ആ വ്യക്തി നമ്മുടെ ഹോസ്പിറ്റലിന് ആപ്റ്റ് ആണോ, അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഈ കോഴ്സ് ചെയ്തതുകൊണ്ട് അവൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അവൻ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ഒരു നോളജ് ഉണ്ട്. ആ നോളജ് അത് അക്യൂർ ചെയ്തിട്ടുണ്ടോ, അല്ലാതെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു കോഴ്സ് ചെയ്തു ദെൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാം എന്ന് വിചാരിക്കുകയാണോ, അത് അവൻ ആത്മാർത്ഥമായിട്ടാണോ ആ കോഴ്സ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, റിക്രൂട്ട് ചെയ്യണത്. നമ്മളിപ്പോ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവന് ആവശ്യമുള്ള ഡയറക്ഷൻസ്, അവൻ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻസ് കൊടുക്കും.
ഇനി പിന്നെ വന്നത് കൺട്രോളിംഗ് ആണ്. അവന്റെ നമുക്ക് കൊടുത്ത ടാസ്ക് കറക്റ്റ് ആയിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ എല്ലാ ആക്ടിവിറ്റീസും ഒത്തൊരുമയോടുകൂടി കോർഡിനേറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റൺ ചെയ്യാനായിട്ട്. ഇനി എന്തെങ്കിലും നമുക്ക് ഡീവിയേഷൻസോ എന്തെങ്കിലും മിസ്റ്റേക്കോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിനോട് റെസ്പോൺസിബിൾ ആണ് ആര്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ ബോർഡിനോട് റെസ്പോൺസിബിൾ ആണ്. നമ്മൾ ആ ബോർഡിനോട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അതേപോലെ തന്നെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റോളാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു റോളാണ്. കാരണം നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫണ്ട് വേണം, ഫിനാൻഷ്യൽ നീഡ്സ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് അക്യൂർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയാണ്. നമുക്ക് നോക്കാം നമ്മുടെ ചാപ്റ്ററിലേക്ക്. ചാപ്റ്റർ 13 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. Administrator originated from Latin word ad plus ministers എന്ന് വെച്ചാൽ to care for or to look after the people, to manage the affairs. ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡ് ആണ്, വേർഡ് മീനിങ് ആണ്. വേർഡ് മീനിങ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എന്ത് ചെയ്യാ, പീപ്പിൾസിനെ നല്ല രീതിയിൽ, ആളുകളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാ, കെയർ ചെയ്യാ, പരിപാലിക്കുക, അല്ലെങ്കിൽ കെയർ ചെയ്യാം. അതേപോലെ തന്നെ ആളുകളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അവർ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ആണ് അവർ വർക്ക് ചെയ്യണേ, അവരുടെ മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർ ആണ് എന്ന് ഉറപ്പുവരുത്താം. അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി? എനിക്ക് പേജ് നമ്പർ അറിഞ്ഞുകൂടാ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹെർബർട്ട് സൈമന്റെ ഡെഫിനിഷൻ ആണ് നിങ്ങളിപ്പോ വായിച്ചത്. ഇനി administration has to do getting things done with the fulfillment of the objective already defined. നമ്മൾ മുൻപേ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു ആക്ടിവിറ്റിയിലും എൻഗേജ് ചെയ്താലും, നമ്മൾ അതിന് എന്ത് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്താലും നമ്മൾ അതിനെ എന്ത് പറയും, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. എന്താണ് പറഞ്ഞത്, മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്താലും നമ്മൾ അതിന് എന്ത് പറയും, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ലൂതർ ഗുൾലിക് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ്. രണ്ടുപേര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് ഡെഫിനേഷൻ ഒന്നും കാണാപ്പാടും പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി ഓരോന്ന് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽസിന് ഒരു ബിസിനസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മാനേജ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, ഒരു ബിസിനസ് ആയിട്ട് കണക്കാക്കാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽസിനെ കൺസിഡർ ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഒരാൾ ചെയ്യല്ല, ഒരുപാട് ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ്, they are in charge of all administrative and management functions of the representative department. ഓരോ representative departmentsന്റെ ചാപ്റ്റർ 13 ആണ്, മൊഡ്യൂൾ 3 ചാപ്റ്റർ 13 ആണ്. ഒരു പേര് അഞ്ജു മാത്യു, അത് ലാസ്റ്റ് ചാപ്റ്റർ
ഒന്ന് നോക്കൂ, മൊഡ്യൂൾ 3-ലാണ്. ബാക്കി എല്ലാവരുടെ ടെസ്റ്റിലുണ്ട് ഈ ചാപ്റ്റർ. Yes, madam. Yes, miss. എടാ അത് ഒന്നുമില്ലെങ്കിൽ മിസ്സായിക്കോട്ടോ, ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കട്ടാ. മൊഡ്യൂൾ 3-ലാണ്. പുതിയ ടെസ്റ്റ് ആണെങ്കിൽ, റിവൈസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ മൊഡ്യൂൾ 3-ലെ 13th ചാപ്റ്റർ 13 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പഴയ ടെസ്റ്റ് ആണെങ്കിൽ 46-ാമത്തെ ചാപ്റ്റർ അല്ലേ ടീച്ചറെ? അവസാനത്തെ ചാപ്റ്റർ തീർന്നു 129-ാമത്തെ പേജില്. അങ്ങനെ എന്റെ ഇതിനകത്ത് കിടക്കുന്ന കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെയിലും അങ്ങനെയാ കിടക്കുന്നത്. ഓക്കെ. നിങ്ങളില് മുമ്പ് രജിസ്റ്റർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പഴയ ബാച്ചിൽ നിന്ന് ക്യാരി ഫോർവേഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഇയർ ബാക്ക് വന്നിട്ടുള്ള പിള്ളേരാണ് നിങ്ങൾ? ടോമും ഈ പറഞ്ഞ 46-ാമത്തെ ചാപ്റ്റർ കാരണം റിവൈസ്ഡ് ആക്കിയിട്ടുണ്ട്. പുതിയ ഡിക്ഷൻ പ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 4 മൊഡ്യൂളായിട്ട് തിരിച്ച രീതിയിൽ വേണം. ആണോ? ഒരു കാര്യം ചെയ്യും, ഒന്ന് പ്രിന്റ് എടുക്കാനായിട്ട് ഇവിടെ ഒന്ന് വിളിച്ച് പേഴ്സണൽ ആയിട്ടൊന്ന് പറ. അപ്പൊ അവര് PDF-ഓ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യേ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അങ്ങനെ PDF-നകത്ത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അല്ലാതെ ചാപ്റ്റർ അല്ല, ഇത് ടെക്സ്റ്റ് ബുക്ക് അവിടെ നിന്ന് അയച്ചു തന്നതാണെങ്കിൽ 45 അല്ലെങ്കിൽ 46 ആയിട്ടാ കിടക്കുന്നത്. 46 ആണ്. 46 ആണ് എനിക്കും കിട്ടിയത്. ആണല്ലേ? അത് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട് നമ്മള് ടെസ്റ്റ് റിവൈസ് ചെയ്ത് 46 തന്നെയാണ്. എനിക്കും 46 ആണ്. 129-ാമത്തെ പേജ്. 129 പേജിൽ 46 ആണ് ചാപ്റ്റർ. ഓക്കെ കേട്ടോ. ഒന്ന് നിങ്ങള് ഈ നമ്മുടെ സിലബസ് ഇല്ലേ, പുതിയ റിവൈസ്ഡ് സിലബസ്, അതൊന്ന് പ്രിന്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇന്ത്യൻ മൊഡ്യൂൾ കാരണം ഇത് കഴിയുമ്പോ നമുക്ക് മെയിൻ എക്സാമും മോഡൽ എക്സാമും മൊഡ്യൂൾ വൈസ് എക്സാമുകളാണ്. ഫസ്റ്റ് മൊഡ്യൂളിന് ഒരു മോഡൽ എക്സാം, ഒരു മെയിൻ എക്സാം. സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു മോഡൽ എക്സാം, ഒരു മെയിൻ എക്സാം. ആ സമയത്ത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു, ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ല. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്ത ആ ഒരു സിലബസ് ഒന്ന് ഫോളോ ചെയ്യണേ. 5 ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം മോഡല് ഇല്ലാതെ. ഒന്ന് സ്റ്റുഡൻസ് ടീമിനെ ഒന്ന് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ കാര്യം. അതല്ല ടീച്ചറെ, നേരത്തെ ഇല്ലയോ ഈ ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമായിരുന്നു? മൊഡ്യൂൾ 3-കകത്ത് ചിലപ്പോ മൊഡ്യൂൾ 1-ന്റെ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറി തിരിഞ്ഞൊക്കെയാണ്. ഡിസ്ചാർജ് പ്രോസസ്സും ട്രാൻസ്ഫർ പേഷ്യന്റ് ഒക്കെ മോഡ്യൂൾ 1-ലാണ് എനിക്ക് കിട്ടിയത്. അത് മൊഡ്യൂൾ 3-ലെ ചാപ്റ്റേഴ്സ് ആണ്. അത് റിവൈസ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്യാൻ അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് നമ്മുടെ ഹെഡിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇനി ചാപ്റ്റേഴ്സ് ഇന്ത്യന്റെ മൊഡ്യൂൾ. അപ്പൊ അവര് പറഞ്ഞ സിലബസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഇപ്പൊ. ടീച്ചർ അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ടീച്ചർ? ആർക്കും ഏതെങ്കിലും ടീച്ചർമാർ? ഞാനിപ്പോ അവരോടൊന്ന് ഇടാൻ പറയാം. എന്നിട്ട് അറിയാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചപ്പോഴേ എനിക്ക് 46 നേരത്തെ. സബ്ജക്ട് എന്ത് പറഞ്ഞു? 3-ാമത്തെ മൊഡ്യൂളിലാണോ? അല്ല, ചിലതിനകത്തില്ലയോ മാറി കിടക്കോ പ്രവിതേ? എന്റെ അവര് പ്രിന്റ് എടുക്കുന്നത് മാത്രമേ എനിക്കും ഈ ഡിസ്ചാർജ് പ്രോസസ്സും മറ്റേ ട്രാൻസ്ഫർ പേഷ്യന്റ് മോഡ്യൂൾ 1-ലാണ്. ബാക്കി ഒരു ചാപ്റ്റർ മോഡ്യൂൾ 2-ലാണ് എനിക്ക് കിടക്കുന്നത്. അങ്ങനെ എന്നോട് ഏതോ ഒരു ചേച്ചി പറയുകയും ചെയ്തു. ആരാന്ന് എന്തോ കറക്റ്റ് ആയിട്ട് അമ്പിളി ചേച്ചി. ഒരു ചേച്ചി ഇപ്പം പറഞ്ഞില്ല, അത് തന്നെ കറക്റ്റ് ആണ്. ടോമേ, പറഞ്ഞു. ഇതില് ഗൂഗിൾ ക്ലാസ് റൂമില് 4 മൊഡ്യൂളും കൊടുത്തിട്ടുണ്ടല്ലോ. കറക്റ്റ് ആയിട്ട് അതിനകത്ത് ചാപ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. ഓരോ മൊഡ്യൂളിലെയും ചാപ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് ഏത് മൊഡ്യൂളാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് വെക്കണം. ആണോ? അതിൽ കിടപ്പുണ്ടോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് അതനുസരിച്ച് അതേ ഓർഡറിൽ പഠിച്ചാൽ മതി. അപ്പം ടീച്ചറിനോട് പറയണ്ടായിരുന്നല്ലോ. PDF ഉണ്ട് 4 മൊഡ്യൂളും. ആണോ? എങ്കിൽ പിന്നെ ടീച്ചറിനോട് പറയണ്ടായിരുന്നല്ലേ.
ഗൂഗിൾ ഡ്രൈവിലുണ്ടാവും എടുത്തു കഴിഞ്ഞാൽ. അതനുസരിച്ച് പഠിക്കുക. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എല്ലാം ഉണ്ടല്ലോ അതില്. എക്സാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് റൂമിൽ മൊഡ്യൂൾ 3, 4 എന്നും പറഞ്ഞിട്ട് ഒരു കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നോട്ട് കാണാം. അത് തന്നെ അതിന്റെ കൊടുത്തേച്ചു. അതിൽ വിട്ടിട്ടുണ്ടല്ലോ. അത് ഫോട്ടോസ്റ്റാറ്റ് കൂടെ പ്രിന്റ് വരും. എന്തേ വന്നു ആണോ? ഓ നോക്കൂ, നമ്മുടെ ഇത് വന്നിട്ടുണ്ട് PDF ആയിട്ട്. ഇത് നമ്മുടെ ഇങ്ങനത്തെ ടെക്സ്റ്റ് ഉണ്ട്. അത് നോട്ട് എത്ര പേജസ് ഉണ്ട്? 144 പേജ് അങ്ങനെ ഉണ്ട്. 144 141 പേജ് ഉണ്ട് മൊത്തം ചാപ്റ്റേഴ്സിന്റെ. നമ്മൾ മൊഡ്യൂൾ 3 13 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഈ ഡിസ്ചാർജ് പ്രോസസ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഹ്യൂമൻ റിസോഴ്സ്, പബ്ലിക് റിലേഷൻ, എത്തിക് ആൻഡ് ലീഗൽ ഇഷ്യൂസ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണെന്ന് വെച്ചാല് ഇത് പ്രിന്റ് എടുക്കാം. ഈ മൊഡ്യൂള് എന്ത് ചെയ്യാം, എല്ലാവരും പ്രിന്റ് ചെയ്ത് സിലബസ് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ ക്ലാസ് റൂമില്. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്തെടുത്തിട്ടില്ലേ, നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യണത് ആ ചാപ്റ്റേഴ്സ് നമ്മൾ ടിക്ക് ചെയ്യാം. അതേപോലെ ഈ മൊഡ്യൂൾ വൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്പർ ഇപ്പൊ മൊഡ്യൂൾ 3 ആണെങ്കിൽ മൊഡ്യൂൾ 3 ചാപ്റ്റർ ആണ് ഇന്നത്, മൊഡ്യൂൾ 4 ചാപ്റ്റർ ആണ് ഇന്നത് എന്ന് പറഞ്ഞതൊന്ന് അറേഞ്ച് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ടെസ്റ്റ് അയച്ചതിന് ശേഷമായിരിക്കും ആ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നത്, ഞങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള റിവൈസ്ഡ് ടെസ്റ്റ് ഒക്കെ ഈ ഒരു നമ്പർ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യണത് കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ മൊഡ്യൂൾ അനുസരിച്ച് അതൊന്ന് ഫോളോ ചെയ്യാം. ഇപ്പൊ അഞ്ജുവിന്റെ എന്ന് പറഞ്ഞാല് അഞ്ജുവിന്റെ ചാപ്റ്റർ മിസ്സായതാണ്. മോനെ വേറെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ആ ചാപ്റ്റർ PDF രൂപത്തിൽ സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് ഇന്ന കാര്യം പറഞ്ഞാൽ മതി. 46 എന്ന് പറയുന്ന ചാപ്റ്റർ എൻ്റെ ഇല്ല. ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ അതാണ് എടുത്തത്, എനിക്ക് അതിന്റെ പ്രിന്റ് വേണം. അപ്പൊ ചിലപ്പോ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് 46 എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോൻ എന്ത് ചെയ്യണം, മൊഡ്യൂൾ 3 ചാപ്റ്റർ 30 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എനിക്കില്ലാത്തത്. അതെനിക്ക് ആ ഒരു ചാപ്റ്റർ എനിക്ക് പ്രിന്റ് വേണം, അല്ലെങ്കിൽ PDF എനിക്ക് സെൻഡ് ചെയ്ത് തരണമെന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും അത് തന്നില്ലെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ പറയാം. ഓക്കെ അഞ്ജു, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ മാം, വേറൊരു ഡൗട്ട് ഉള്ളത്, ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു പേജേ ഉള്ളൂ. അതിന്റെ ഒരു പേജേ ഉള്ളൂ എന്റെ ടെക്സ്റ്റില്. ഓഡിറ്റ് ഇല്ല, ഒരു 5-6 പേജ് ഉണ്ട്. അതും ഒരു പേജേ ഉള്ളൂ ഈ ടെക്സ്റ്റില്. ഓഡിറ്റ് സെക്കൻഡ് ലാസ്റ്റ് അല്ലയോ? 45-ാമത്തത്. അത് 1, 2, 3 പേജ് ഉണ്ട്. 3 പേജ് ഉണ്ട്. ഏത് ചാപ്റ്റർ? ഓഡിറ്റ് പ്രഭിതേ 46-ന്റെ തൊട്ട് സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ. എന്റെ ഈ ടെക്സ്റ്റിൽ ഓഡിറ്റ് വരെ ഉള്ളൂ, ഓഡിറ്റിന്റെ ഒരു പേജേ ഉള്ളൂ. ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും പ്രിന്റ് എടുത്തപ്പോഴോ, അല്ലെങ്കിൽ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പ്രിന്റഡ് ആണോ, സ്പൈറൽ ചെയ്ത കോപ്പിയാണോ, ടെസ്റ്റ് ആണോ വാങ്ങിച്ചിരിക്കുന്നത്? സ്പൈറൽ എഴുതിയ ടീച്ചറെ. അതിന്റെ ടെസ്റ്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ടെസ്റ്റിന് പൈസ കൂടുതലാണ്, അതായിരിക്കും സ്പൈറൽ ചെയ്ത കോപ്പിക്ക് കുറവാണ്. മോനത് എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടോ അവിടെ സ്റ്റുഡൻസ് ടീം ക്ലാസ് കഴിയൂലേ, അപ്പൊ ഒന്ന് വിളിച്ച് പറ ഇങ്ങനെ ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ പേജ് എന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാന്നൊന്ന് പറഞ്ഞേക്ക്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ചാപ്റ്റർ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഇപ്പൊ ടെസ്റ്റ് ഇല്ലാത്തവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളുടെ ഓവറോൾ ഫങ്ഷൻ, നമ്മളുടെ ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള ഓവറോൾ ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന നിലയിൽ ആശുപത്രിയിലെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, അതാണ് ശരിക്കുള്ള വേർഡ്. നമ്മൾ ഈ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. എന്താണ്
ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റൽസിന്റെ ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റൽസിന്റെ മൊത്തമായിട്ടുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ്. നമ്മൾ വിചാരിക്കും ഒരു വ്യക്തി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മാത്രം ഡ്യൂട്ടിയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൊത്തം പ്രോസസ്സ്. അങ്ങനെയല്ല. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഇൻചാർജുകള് എല്ലാവരും ഒരുമിച്ച് അവരുടെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ഡ്യൂട്ടി ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ വിത്ത് ദ സൈസ് ആൻഡ് കോംപ്ലിസിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ സൈസും അതേപോലെ കോംപ്ലിസിറ്റിയും അനുസരിച്ച് ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അത്രയും ഡ്യൂട്ടീസ് ഉണ്ടാവണമെന്നില്ല. ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. കാരണം സൈസ് ഹോസ്പിറ്റൽ സൈസ് ചെറുതാണ്. പക്ഷെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. Administrators are contract between hospital board and the other administrator and medical staff. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിലെ ബോർഡ് നമുക്കറിയാലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും മെഡിക്കൽ സ്റ്റാഫുകളായിട്ടും നല്ലൊരു എന്താണ് റിലേഷൻഷിപ്പ്, കോൺട്രാക്ട് എപ്പോഴും വേണം, കോണ്ടാക്ട് വേണം. They organize hospital activities and prepare it overall policies. Full stop ആണ്. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസുകള് അതേപോലെ നമ്മുടെ പോളിസീസ്, ഓവറോൾ പോളിസി എന്തെല്ലാമാണ് നമ്മുടെ ലക്ഷ്യങ്ങള്, എന്തെല്ലാമാണ് നമ്മുടെ നയങ്ങള് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നത് അദ്ദേഹമാണ്, അഡ്മിനിസ്ട്രേറ്റർ ആണ്. Some administrators are in charge of hiring doctors. ചെറിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. ഇൻചാർജ്, HR ഇൻചാർജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അവരാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതില് ഹയറിംഗ് ഡോക്ടേഴ്സ്, അതർ സ്റ്റാഫ്സ്, ക്യാരി ഔട്ട് എംപ്ലോയീസ് ഇവാലുവേഷൻ, ഡയറക്ടർ സ്റ്റാഫ് മീറ്റിംഗ്സ്, പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ പോലെ ഒന്നല്ല, പണ്ട് നമുക്ക് കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റൽസിൽ. പക്ഷെ ഇന്ന് ഒരുപാട് വേക്കൻസീസ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെ അവൈലബിൾ ആണ്? ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ തന്നെ മൂന്ന് മൊഡ്യൂളുകൾ പല ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു, പല ഏരിയാസ് പഠിച്ചു. അപ്പൊ അവിടേക്ക് ഓരോ വ്യക്തികളെ കുറിച്ച്, ഓരോ റോളുകൾ അല്ലെങ്കിൽ ഓരോ ജോബ് പൊസിഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഓരോ ജോബിലേക്കും കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റിക്രൂട്ട് ചെയ്യേണ്ടത്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ജോബ് കിട്ടണമെന്നില്ല. നമ്മൾ ഈ കോഴ്സ് എങ്ങനെയാണ്, എന്തോരം ആത്മാർത്ഥതയോട് കൂടിയാണ് നമ്മൾ ആ കോഴ്സ് പഠിച്ചത്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് അക്യൂർ ചെയ്യാനായിട്ട് പറ്റിയത് എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ജോബ് കിട്ടുന്നത്. ഞാനപ്പം ഒരു 10 പേര് ഒരു ഇന്റർവ്യൂവിന് ചെല്ലാണെങ്കിൽ അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളെ ആയിരിക്കും അവരെന്ത് ചെയ്യണത്? ഹയർ ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും വേണ്ട എങ്ങനെയാണ്? റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ്, അല്ലെങ്കിൽ ആ റൈറ്റ് ജോബ് ടൈറ്റിൽ ഫില്ല് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് ആ കാര്യങ്ങള്. പിന്നെ എംപ്ലോയീസ് ഇവാലുവേഷൻ, നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് അവരുടെ ജോബ് പെർഫോം ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റിംഗ് സ്റ്റാഫ് മീറ്റിംഗ്സ് നടത്താറുണ്ട്. സ്റ്റാഫുകളുടെ എന്താ പറയാ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സ്റ്റാഫ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാ ഓർഗനൈസേഷനിലും ചെയ്യാറുള്ള ഒരു കാര്യമാണ് അത്. They may also be accountable for hospital public relation and
ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസിബിൾ ആണ്. ഹോസ്പിറ്റൽസിന് പുറത്ത് പബ്ലിക് ഉണ്ടല്ലോ, അപ്പൊ പബ്ലിക്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. നമ്മള് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഈ ഹോസ്പിറ്റൽസ് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. റൂറൽ ഏരിയാസിലൊക്കെ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട്. ഫ്രീ ഓഫ് സർവീസ് ഒക്കെ ആയിട്ടാണ് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. അതേപോലെ ഞങ്ങളുടെ ഇവിടെ അഹല്യ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. അഹല്യ അതേപോലെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവര് കണ്ണ് ടെസ്റ്റ് ചെയ്യും ഫ്രീ ആയിട്ട്, ഒരു ക്യാമ്പിന്റെ രൂപത്തിൽ എന്ത് ചെയ്യും, നമ്മള് പ്രായമായവർക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരോ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള പേഷ്യൻസിന്, അതേപോലെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഇതിന്റെ എന്താ പറയാ സർവീസുകൾ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റൽസും അതേപോലെ തന്നെ പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്, എന്നാലും ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെ ഫണ്ട് റൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് ഹോസ്പിറ്റലിന് ആവശ്യമുള്ള ഫണ്ടുകൾ പുറത്തുനിന്ന് റൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ അതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. Since administrator develop programs for teaching and research hospitals, അതേപോലെ ടീച്ചിങ് പ്രോഗ്രാംസ്, റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഏർപ്പെടും. They have to keep up with the latest advanced in medicines. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, ടെക്നോളജീസ് നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ അവർ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ എടുക്കും. ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കും ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മുടെ വലിയ ഹോസ്പിറ്റൽസിനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ഫിനാൻസ് മാത്രമേ റിലേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. നോക്കാം, ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹെഡുകൾ ഉണ്ടാവും. When one administrator is in charge of overall, ഇതിനെല്ലാത്തിന്റെയും ഒരു ഹെഡായിട്ട് എന്താണ് സാധാരണ സിഇഒ അല്ലെങ്കിൽ മെയിൻ ഹെഡായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അതാരൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ്, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ദ ചാർജ് ഓഫ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ചാർജ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓവറോൾ വർക്കിംഗ് ഒക്കെ നോക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളായിരിക്കും. ഓർ ഈവൺ ഓഫ് എൻ്റയർ ഹോസ്പിറ്റൽ. ആ ചെറിയ ഹോസ്പിറ്റൽ ആവുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ മതി. ഇൻ ദിസ് കേസ്, ഫോർ എക്സാമ്പിൾ, ദ അഡ്മിനിസ്ട്രേറ്റർ മേ അസസ് ദ ബഡ്ജറ്റ് ഫോർ ദീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗീവ് ഫൈനൽ അപ്രൂവൽ ടു ഹയറിംഗ് റെക്കമെൻഡേഷൻ. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബഡ്ജറ്റുകൾ തയ്യാറാക്കും. ബഡ്ജറ്റ് എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബഡ്ജറ്റ് നമ്മൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് കേട്ടിട്ടുണ്ടാവൂലേ. നമ്മുടെ രാജ്യത്തിന് നമുക്ക് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഉണ്ട്. അതേപോലെ ഹോസ്പിറ്റൽസിനുണ്ട് ബഡ്ജറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് റവന്യൂ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെലവുകളാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത്, അതെല്ലാം കൂടി ഒരു ഫോർകാസ്റ്റ് ചെയ്യണം. ഭാവിയിലേക്ക് നമുക്ക് ഇത്രയും ചെലവുകളും ഇത്രയും വരവുകളും ഇൻകം എക്സ്പെൻഡിച്ചർ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യാം. അതേപോലെ ഫൈനൽ അപ്രൂവൽ ഓഫ് ഹയറിംഗ് റെക്കമെൻഡേഷൻ. നമുക്ക് നിയമന ശുപാർശ, നമുക്ക് ഏതെങ്കിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ നിയമിക്കാം.
ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലാർജ് ഹോസ്പിറ്റൽസിലാവുമ്പോൾ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്റ്റർ, എയിംസ് ഒക്കെ പോലത്തെ ഹോസ്പിറ്റൽസിൽ നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഉണ്ട്. അതേപോലെ കമ്പാരിറ്റീവ്ലി നമ്മളുടെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വില്ലേജ് ആണ്. ഞങ്ങളുടെ വില്ലേജ് അല്ല, ഞങ്ങളുടെ സിറ്റിയിലൊക്കെ ഉള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ അവിടെ 1-2 അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അക്കൗണ്ടന്റ് ആയിരിക്കും. ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളും ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു വ്യക്തിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ എന്നൊക്കെ പറയും. ചെറിയ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് ജോലിക്ക് കഴിയുമ്പോൾ പഠിച്ച് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ജോബ് പൊസിഷൻസ് കാണും. ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ജോബാണ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററിന് ഇത്രയും വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ടീച്ചർ അന്ന് പഠിപ്പിച്ചപ്പോ പറഞ്ഞിരുന്നു വലിയ ഹോസ്പിറ്റൽസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറൊക്കെ ആയിരിക്കും മാറ്റുന്നത്. ആദ്യം നമ്മളൊക്കെ എല്ലാവരും എങ്ങനെയാണ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആയിട്ടായിരിക്കും കയറുന്നെങ്കിൽ, ട്രെയിനിങ് നമ്മൾ കയറുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലൊക്കെ ആയിട്ട് മാറുന്നത്. അല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഇന്ന പോസ്റ്റ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന പോസ്റ്റ് എങ്ങനെയായിരിക്കും? അസിസ്റ്റന്റ് പോസ്റ്റ് ആയിരിക്കും. നല്ല ഹാപ്പിനെസ്സോട് കൂടി, നല്ല എന്താ പറയാ, നല്ല ഹാപ്പിനെസ്സോട് കൂടി തന്നെ നമ്മൾ ആ ഒരു ജോബ് എന്ത് ചെയ്യണം, ജോലിയിൽ പ്രവേശിക്കണം. നമ്മുടെ സാലറി, എന്റെ അഭിപ്രായം ഉണ്ടാവും, എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ നോക്കണം. നമുക്ക് ഇപ്പൊ എനിക്ക് ഇന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് ഇന്ന ജോബ് വേണം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ബാക്കപ്പ് ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് വേണം. ഫ്രഷർ ആണെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും ഫ്രഷർ തന്നെ ഇരിക്കും. നമുക്ക് ബേസിക് ആയിരിക്കും അവർ തരുന്നത്. നമുക്ക് 1-2 വർഷം ഇന്ന ഹോസ്പിറ്റലില് എന്തുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം അസിസ്റ്റന്റ് ആയിട്ടും നമുക്ക് അധികം സാലറീസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ചിലപ്പോൾ ഡ്യൂട്ടീസ് കൂടുതലായിരിക്കും. ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സാധാരണ ചീഫ് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളെക്കാളും ഡ്യൂട്ടീസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലായിരിക്കും. നമ്മളത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ഏൺ ചെയ്യൂലേ, എക്സ്പീരിയൻസ് ഏൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കാം. എവിടെയായാലും, ഏത് ഹോസ്പിറ്റലിലായാലും, ചെറിയ ഹോസ്പിറ്റലാണോ വലിയ ഹോസ്പിറ്റലാണോ എന്നൊന്നും നോക്കണ്ട. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കാം? എക്സ്പീരിയൻസ് ഏൺ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറാനും അവിടെ നിന്ന് എക്സ്പീരിയൻസ്, നിങ്ങളത് വിചാരിക്കും ഒരു മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയല്ല, മാക്സിമം 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ എക്സ്പീരിയൻസ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി പാക്കേജിൽ മാറ്റം വരും. അതേപോലെ നമ്മുടെ ജോബ് പൊസിഷനിലും മാറ്റം വരും. നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വലിയ ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ പോസ്റ്റ് ആയിരിക്കും. അത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് നമുക്ക് ആ ഒരു പോസ്റ്റ് എന്ത് ചെയ്യുന്നത് അവർ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ അറിവിനെയുമാണ് അവര് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ പോർഷൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും.
വായിച്ചു നോക്കിയ എല്ലാവരും? ഓക്കെ, നിങ്ങളത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് റിപ്പീറ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി എന്തെല്ലാം എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഫങ്ഷൻസ്, അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഷോർട്ട് ആയിട്ട് പോസ്റ്റ് ക്രോബ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു ഇത് ഫുൾ ഫോം കേട്ടോ, നമ്മളിപ്പോ ഈ കാണിച്ചിട്ടുള്ള സ്പെല്ലിംഗ് POSDCORB എന്താണെന്ന് നമുക്ക് നോക്കാം. P stands for planning എന്നാണ്. എന്താണ് പ്ലാനിങ്? ആസൂത്രണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ വേണം. തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് പറയും. നമ്മൾ മാനേജ്മെന്റിലൊക്കെ പറയുന്നത് എന്താണ്? തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? തിങ്ക് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുന്നതാണ് ഓർഗനൈസിങ്. ദെൻ സ്റ്റാഫ്സ് ആണ്, നമ്മൾ പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? അതിന് നമുക്ക് ആരാവശ്യമാണ്? ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമാണ്. പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ജോലിക്ക് ആവശ്യമുള്ള റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ്. അപ്പൊ സ്റ്റാഫുകൾ ആവശ്യമാണ്, സ്റ്റാഫിംഗ്. ദെൻ ബി, ഇവർക്ക് ആവശ്യമുള്ള ഡയറക്ഷൻസ് കൊടുക്കണം. ഓരോ വ്യക്തിയും എന്ത് ഡ്യൂട്ടിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പെർഫോം ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡയറക്ഷൻസ് നമ്മൾ കൊടുക്കണം. അതാണ് ഡയറക്റ്റ്. ദെൻ CO എന്ന് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ ഷോർട്ടാണ്. CO കോർഡിനേഷൻ എന്നാണ് നമ്മളിപ്പോ ഈ മുന്നിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ കോർഡിനേഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. നല്ല ഏകോപനത്തോടു കൂടി, നല്ല ഒരു ഒത്തൊരുമയോട് കൂടി നമ്മൾ ചെയ്തു പോകണം. ദെൻ R സ്റ്റാൻഡ് ഫോർ റിപ്പോർട്ടിങ്. എന്താണ് R സ്റ്റാൻഡ് ഫോർ? റിപ്പോർട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റത്തെയാണ് ബി ഫോർ ബഡ്ജറ്റിംഗ്. നമ്മുടെ ഓവറോൾ നമ്മളുടെ എന്താ പറയാ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, നമുക്ക് എത്ര ഫണ്ട് വേണം, അതേപോലെ നമുക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി, നമുക്ക് എന്തോരം എക്സ്പെൻഡിച്ചർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. മാക്സിമം ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞ് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമുക്ക് പറയുന്ന പോർഷനിൽ. ഫസ്റ്റ് എന്താണ്? പ്ലാനിങ് ആണ്. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ എ ഡിസേർവ്ഡ് ഗോൾ. എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റെയിൻ ഡിസേർവ്ഡ് റിസൾട്ട്. നമ്മുടെ മാനേജ്മെന്റിന്റെ ആവട്ടെ അഡ്മിനിസ്ട്രേഷന്റെ ആവട്ടെ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ആണ് നമ്മുടെ ഡിസേർവ്ഡ് റിസൾട്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി ഫസ്റ്റ് ആക്ടിവിറ്റി ആണ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മള് നല്ല ഒരു ജോബ്, നിങ്ങളെല്ലാവരും നമ്മുടെ ഈ കോഴ്സ് എടുത്ത് നമ്മുടെ ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന എന്താണ്? ഹോസ്പിറ്റൽ മേഖലയിൽ നല്ലൊരു ജോബ് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു കോഴ്സ് എടുത്തത്. അതായിരുന്നു നമ്മുടെ എന്ത്? ഡിസേർവ്ഡ് റിസൾട്ട് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ചെയ്ത പ്ലാൻ എന്താണ്? ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മൾ ആ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ്? ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നത് അവരുടെ പ്ലാൻ ആണ്. ഒരു അത്യാവശ്യം എമർജൻസി ആയിട്ട് വരുന്ന ഇപ്പൊ കാർഡിയാക്കിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു
ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക്കിൽ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാൻ എന്നുള്ളത് വിചാരിക്കും. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതാണ് ഓർഗനൈസിംഗിലേക്ക് വരുമ്പോൾ. Organizing consisting of coordinating and allocating the firm resources in order to execute its plans. നമ്മുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിസോഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് developing a structure of people, position, department and activity within the firm. നമ്മുടെ ഫേമിന്റെ അകത്ത്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് എന്തെല്ലാം പീപ്പിൾസിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് എങ്ങനെയായിരിക്കണം, പൊസിഷൻസ്, ഓരോരുത്തരുടെ പൊസിഷൻ, ഇന്ന പൊസിഷൻസ് വേക്കന്റ് ആണ്. അപ്പൊ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആവശ്യമുണ്ട്. എന്താ പറയാ, കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിന് ആവശ്യമാണ്. അതേപോലെ കാർഡിയാക് ICU കൈകാര്യം ചെയ്യാനായിട്ട് കാർഡിയാക്കില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നേഴ്സുകൾ ആവശ്യമാണ്. അതേപോലെ അങ്ങനെ കുറച്ച് സ്റ്റാഫുകൾ അവിടെ ആവശ്യമാണ്. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യുക, അവരുടെ പൊസിഷൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യും. ഇതിന്റെ വേക്കൻസി ഒക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് തയ്യാറാക്കാം. ഇത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാർഡിയാക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലോക്ക്, ഒരു ഏരിയ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള ICU ആയിട്ട് ഇന്ന ഒരു ഏരിയ ICU ആണ്, കാർഡിയാക് ICU ആണ്. ഇന്നത് കോമൺ ആയിട്ട് വരുന്ന എമർജൻസി കേസുകൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇന്നത് കാർഡിയാക് പേഷ്യൻസിന് വേണ്ട വാർഡാണ്. അതേപോലെ OP, ഈ കാർഡിയാക് OP ആണ് ഇന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്യുക. ഇതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുറെ ജോബ് പൊസിഷൻസ് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ജോബ് പൊസിഷനിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് ആപ്റ്റ് ക്വാളിഫിക്കേഷൻ. കറക്റ്റ് ആയിട്ട് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള നമ്മുടെ വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. Staffing is the process of finding the right worker with apt qualification or experience, recruiting them to fill a job position or role. നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ജോബ് പൊസിഷൻസും ആ റോൾസ് ഒക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ വർക്കേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യും. നമ്മൾ വിചാരിക്കും റിക്രൂട്ട് ചെയ്യണത് സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണെന്ന്. അങ്ങനെയല്ല. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടും കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയി റോങ് ആണെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയി റോങ് ആണെങ്കിൽ നമ്മളുടെ എഫേർട്ട് മൊത്തം പോകും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ വേണം നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, സ്ഥാപനം ആവട്ടെ, ഫേം ആവട്ടെ, ഹോസ്പിറ്റൽ ആവട്ടെ, എവിടെയൊക്കെ ആയാലും എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ. ഇനി അവര് നമ്മൾ സെലക്ട് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഡയറക്ഷൻ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. ഇതെല്ലാം മാനേജ്മെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ടതാണ്. ഡയറക്ടീവ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഹാർട്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ, എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡയറക്ടിംഗ് is the process in which managers direct, guide, oversee the performance of the workers to attain goal already determined. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമുള്ള ഡയറക്ഷൻസ് കൊടുക്കാം, അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാം, അവരുടെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുക. അതാണ് ഓവർസീ എന്ന് പറയുന്നത്. അവരുടെ പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, സൂപ്പർവിഷൻ കൊടുക്കണം. അതേപോലെ മോട്ടിവേഷൻ കൊടുക്കണം. ഡയറക്ടറിന് മോട്ടിവേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോ എന്താ പറയാ, കുറച്ച് വീക്ക് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം എഫേർട്ട് ഇടാനുള്ള ആക്ടിവിറ്റീസ് ഏർപ്പെടാം. ദെൻ പറഞ്ഞതാണ് ഡയറക്ടർ ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഹാർട്ട് ആയിട്ടാണ് ഡയറക്ടിങ് എന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ് ഫണ്ട് പ്രോസസ്സില് ഇപ്പൊ ഇതിലില്ലാത്ത ഒരു പ്രോസസ്സും കൂടി ഞാൻ പറയാണ്.
കൺട്രോളിംഗ് എന്നാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബികോം ഒക്കെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ബികോം ആയിരുന്നു. ഓക്കെ, നമുക്ക് ബികോം പഠിച്ചവർക്ക് അറിയാം മാനേജ്മെന്റിന്റെ പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്. നെക്സ്റ്റ് പ്രോസസ് ഏതാണ്? അഞ്ചാമത്തെ പ്രോസസ്സ്, ഏറ്റവും അവസാനത്തെ പ്രോസസ്സ് ഏതാണ്? കൺട്രോളിംഗ് ആണ്. അപ്പൊ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം കൺട്രോളിംഗും കോർഡിനേഷനും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് അവര് ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. കൺട്രോളിംഗിന്റെ ട്വിൻ ആണ് കോർഡിനേഷൻ അല്ലെങ്കിൽ എന്ന് പറയണത് കേട്ടോ. അപ്പൊ അവര് ഇവിടെ പറഞ്ഞിട്ടില്ല, നല്ല പറയും കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, സ്റ്റാഫുകളെ എന്ത് ചെയ്തു? റിക്രൂട്ട് ചെയ്തു, അവർക്ക് ആവശ്യമുള്ള ഡയറക്ഷൻസ് കൊടുത്തു. ദെൻ നമ്മൾ ഓവറോൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ടാണോ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. ഇനി എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം. അടുത്തതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. നല്ല കറക്റ്റ് ആയിട്ടുള്ള ഏകോപനം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മോളിൽ പറഞ്ഞുള്ള എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. Coordination is the unification, integration, synchronization of effort of group members so as to give unity of action in pursuit of common goal. നമ്മൾ കോമൺ ആയിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും ഏകോപനത്തോടു കൂടി സംയോജിച്ചുകൊണ്ട് നമ്മളുടെ എന്താ പറയാ ഏകോപിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഈ പറഞ്ഞ കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രയത്നിക്കുക. ഇനി അടുത്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് മീൻസ് ഒത്തൊരുമയോടുകൂടെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കുക. നെക്സ്റ്റ് ആണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് മീൻസ് to the formal system whereby relevant needed information to furnish to the management with the help of the reports continuously. നമ്മൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ടോപ്പ് മാനേജ്മെന്റിനോട് അറിയിക്കണം. അത് നമ്മൾ എങ്ങനെ അറിയിക്കും? ഈ ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമ്മൾ റിപ്പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആയിരിക്കും. മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് ആയിരിക്കും. Thus, report is an essence of any management reporting system. നമ്മളിപ്പോ പറയുന്ന അനുസരിച്ചാണെങ്കിൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. റിപ്പോർട്ട് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. നമ്മുടെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിലാണോ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോപ്പ് മാനേജ്മെന്റിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് ഒരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമ്മൾ എങ്ങനെയാണ്, നമ്മളൊരു ഫണ്ട് ഉണ്ട്, ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ബഡ്ജറ്റ് ആണ്. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മേക്കിംഗ് ദിസ് സ്പെൻഡിങ് പ്ലാൻ, ഇങ്ങനെ ചെലവാക്കുന്നത് allows you to decide in advance whether you will have enough money to do the things you are required to do or would like to do. നമ്മളിപ്പോ ഒരു ഞാൻ പറഞ്ഞു കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു ബ്ലോക്ക് ഞാൻ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ഞാൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു എന്ത്
അങ്ങനൊരു ഒരു പ്ലാൻ വന്നപ്പോ അതിന് എത്ര ഫണ്ട് വേണ്ട വരും, നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ട് ഉണ്ടോ, അത് നമ്മൾ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളിൽ വേണം നമ്മൾ ആ ഫണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബഡ്ജറ്റ് മുഖേന വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നത്. ബഡ്ജറ്റ് ഈസ് നിയർലി ബാലൻസിങ് ദ എക്സ്പെൻസസ് വിത്ത് ഇൻകം. നമ്മൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടോ, ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കാര്യം ചെയ്യുന്നേക്കാൾ മുമ്പ് അതിന് രണ്ട് സൈഡ് നമ്മൾ നോക്കാറുണ്ട്. നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിരിക്കോ, അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്ററിന് 3 റോളുകളാണ് ഉള്ളത്. ഒന്ന് ഇന്റർപേഴ്സണൽ റോള്, ഇൻഫർമേഷണൽ റോള്, ഡിസിഷണൽ റോള്. ഇന്റർപേഴ്സണൽ റോളില് 3 പേരെയാണ് ഇവർ പറയുന്നത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഫിഗർ ഹെഡ്, ലീഡർ, ലൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തലവൻ അതേപോലെ തന്നെ നേതാവ് അവർ തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഇൻഫോർമേഷണൽ റോൾ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷണൽ റോൾ എന്ന് പറയുമ്പോൾ മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്കൺ പേഴ്സൺ. അതില് സ്പേസ് ഒന്നും വരാത്തതുകൊണ്ടാണ് ഒരു സ്പോക്കൺ പേഴ്സൺ എന്നുള്ളത് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മോണിറ്റർ എന്ന് പറഞ്ഞാല് നിരീക്ഷിക്കുന്ന ആള്, എല്ലാവരെയും നിരീക്ഷിക്കുക ആള്, കറക്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോ. അതേപോലെ ഡിസ്മെന്റിനേറ്റർ എന്ന് പറഞ്ഞാല് ഓരോരുത്തരെയും അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആള്. സ്പോക്കൺ പേഴ്സൺ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡിസിഷണൽ റോള് എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നാവിഗേറ്റർ. എന്ന് വെച്ചാല് നമ്മളുടെ സ്ഥാപനം ഓണറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്റർപ്രണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ മുഖേനയായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളോട് ഹാൻഡിൽ ചെയ്യും. അതേപോലെ റിസോഴ്സ് അലോക്കേറ്റർ, നമ്മൾ പറഞ്ഞു ഫണ്ടുകളുടെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഫണ്ട് ഉണ്ട് അതെല്ലാം എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ആണ് തീരുമാനിക്കുന്നത്. നാവിഗേറ്റർ എന്ന് പറഞ്ഞാല് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ബോർഡിന്റെയും നമ്മുടെ സ്റ്റാഫിന്റെയും ഒരു ഇടനിലക്കാരനായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവരുടെ സ്കില്ലാണ് പറയുന്നത്. 3 സ്കില്ല് വേണം എന്ന് പറയുന്നുണ്ട്. ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കില്ല്, കൺസെപ്ച്വൽ സ്കില്ല്. ഈ ടെക്നിക്കൽ സ്കില്ലില് അദ്ദേഹത്തിന്റെ ഫീൽഡില് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റില് നല്ല നോളജും എക്സ്പെർട്ടൈസും ഉള്ള വ്യക്തി ആയിരിക്കണം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഹ്യൂമൻ സ്കിൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള വ്യക്തികളുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകാനുള്ള ഒരു കഴിവ് വേണം. കാരണം ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും സ്വഭാവം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മള് വർക്ക് ചെയ്ത സ്ഥാപനത്തിലാവുമ്പോ പല കൾച്ചറിൽ നിന്നും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന വ്യക്തികളായിരിക്കും. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നല്ലൊരു ഏകോപനത്തോട് കൂടി കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഇനി കൺസെപ്റ്റൽ ആണ്. എല്ലാവരുടെ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനും നമുക്ക് എന്തെങ്കിലും ചെലവുകൾ മുൻകൂട്ടി വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്പെഷ്യൽ സ്കില്ല് ഉണ്ടാവും. അത് ചില വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സ്കില്ല് കിട്ടാറുള്ളൂ. ആ സ്കില്ല് ആർക്ക് വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ദ കപ്പാസിറ്റി ടു തിങ്ക് ജസ്റ്റ് about abstract and complex situation which concern the organization. നമ്മുടെ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ടെത്താനും അതിന് വേണ്ട നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് മുൻകൂട്ടി എടുക്കാനും അദ്ദേഹത്തിന് എന്ത് വേണം, സ്കില്ല് വേണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞത്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്സ്, അതേപോലെ പിന്നെ എന്താ ചോദിക്കാം, എസെൻസ് ഓഫ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, സ്പെൻഡിങ് പ്ലാൻ ഓഫ് മാനേജ്മെന്റ്, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം, നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, റൂൾസ് ഒന്നും കൂടി പറഞ്ഞു മിസ്സേ. എന്താണ് റൂൾസ്? റോളാണോ റൂൾസ്, അഡ്മിനിസ്ട്രേഷന്റെ റൂൾസ്.
അഡ്മിനിസ്ട്രേറ്റ് റോൾസ് അല്ലേ? അഡ്മിനിസ്ട്രേറ്റർക്ക് 3 റോളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇന്റർപേഴ്സണൽ റോൾ ഉണ്ട്, അതേപോലെ ഇൻഫർമേഷണൽ റോൾ ഉണ്ട്, ഡിസിഷൻ റോൾ ഉണ്ട്. ഡിസിഷണൽ റോൾ എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞാൽ വ്യക്തികളായിട്ടുള്ള ഒരു റോളാണ്. എന്ന് വെച്ചാല് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവില്ല, അവരും അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ടോപ്പ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് ആര്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ. എന്ത് കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് വേണം, ഒരു ഇടനിലക്കാരനായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇൻഫർമേഷണൽ റോൾ എന്ന് പറഞ്ഞാല് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. അതേപോലെ അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫിഗർ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവൻ എന്നുള്ള മീനിങ് ആണ്. ലീഡർ എന്ന് വെച്ചാല് നേതാവ് എന്നുള്ള മീനിങ് ഒക്കെയാണ് വന്നേട്ടാ. ഓക്കെ, അപ്പൊ ഇൻഫർമേഷണൽ റോൾ എന്ന് പറഞ്ഞാല് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കാനും അതേപോലെ തന്നെ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കറക്റ്റ് ആയിട്ടുള്ള രീതി ഇന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇനി ഡിസിഷണൽ റോൾ എന്ന് പറഞ്ഞാല് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻസ് നമ്മളുടെ ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള എംപ്ലോയീസിനോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട റോളും ആർക്കാണ്, നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് പോയിന്റ്സ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് സെന്റൻസ് ബൈ സെന്റൻസ് കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ച് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒരു പോയിന്റ്സ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. എന്റർപ്രണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓണറിനെയാണ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓണർ, ആ ഒരു മീനിങ് ആണ് വരുന്നത് എന്റർപ്രണർ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിനെയാണ് എന്റർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ കേട്ടാ. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതൊന്ന് വായിച്ചു നോക്കാം എല്ലാവരും. ഓക്കെ, അതായത് വായിച്ചു നോക്കണോണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. താങ്ക് യു.